വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. 95-ാം സങ്കീർത്തനം ഒരു ആരാധനയും മുന്നറിയിപ്പ് നിറഞ്ഞ ആഹ്വാനം നമ്മെ ആരാധനയിലേക്കും അനുസരണത്തിലേക്കും ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഹൃദയം തുറക്കുക എന്നത് ഇതിൻ്റെ ആന്തരിക സന്ദേശമാണ്. വരുവിൻ, നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം, നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്താം. എന്തെന്നാൽ അവിടുന്നാണ് നമ്മുടെ ദൈവം, നാം അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുന്ന് പാലിക്കുന്ന ആചരണവും. നിങ്ങളിന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ. സങ്കീർത്തനം 95-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ. 96-ാം സങ്കീർത്തനം ദൈവത്തെ സകല ഭൂവാസികളും ആരാധിക്കേണ്ടതിൻ്റെ ആഹ്വാനമാണ്. ഇവിടെ ദൈവത്തിൻ്റെ മഹത്വവും നീതിയും ആഗോള ആരാധനയും ഉന്നയിക്കുന്നു. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ, സകല ഭൂവാസിയുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവിൻ. യഹോവയ്ക്ക് പാടുവിൻ, അവൻ്റെ നാമത്തെ പാടുവിൻ, നാൾതോറും അവൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവിൻ. സങ്കീർത്തനം 96 1-2 തിരുവചനങ്ങൾ. 97-ാം സങ്കീർത്തനം ദൈവത്തിൻ്റെ മഹത്വവും നീതിയും പ്രകാശിപ്പിക്കുന്ന ഒരു രാജ്യത്വ ഗീതമാണ്. ഇവിടെ ദൈവം രാജാവായിരിക്കുന്നു എന്ന സന്ദേശം ഉന്നയിക്കുന്നു. ദൈവത്തിൻ്റെ നീതി, മഹത്വം, പ്രകൃതിയുടെ പ്രതികരണം എന്നതും വിഗ്രഹാരാധനയുടെ നിഷേധം എന്നതുമാണ് പ്രധാന ആശയങ്ങൾ. തിന്മയെ ദ്വേഷിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. അവിടുന്ന് തൻ്റെ ഭക്തരുടെ ജീവനെ പരിപാലിക്കുന്നു, ദുഷ്ടരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നു. സങ്കീർത്തനം 97-ാം അധ്യായം 10 തിരുവചനം. സങ്കീർത്തനം 98 ദൈവത്തിൻ്റെ രക്ഷാപ്രവൃത്തികൾക്കും നീതിയുടെയും വിശ്വസ്തയുടെയും മഹത്വത്തിനു വേണ്ടി ആഗോള ആരാധനയിലേക്കുള്ള ഒരാഹ്വാനമാണ്. ദൈവം തൻ്റെ ജനത്തെ രക്ഷിക്കുകയും ജാതികൾക്കിടയിൽ നീതിയോടെ ന്യായം വിധിക്കുകയും ചെയ്യുന്നു. സൃഷ്ടിയും മനുഷ്യരും ഒരുമിച്ച് ആനന്ദിക്കുന്നു. അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു. അവിടുന്ന് ലോകത്തെ നീതിയോടും ജനതകളെ ന്യായത്തോടും കൂടി വിധിക്കും. സങ്കീർത്തനം 98-ാം അധ്യായം 9 തിരുവചനം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.